ബംഗ്ലാദേശുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങൾ കഴിഞ്ഞ കുറെ നാളുകളായിട്ട് തന്നെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് അവിടുത്തെ ഒരു ഭരണമാറ്റം, ഷെയ്ഖ് ഹസീനയുടെ ഇന്ത്യയിലേക്കുള്ള പലായനം, അതിനെ തുടർന്ന് അവിടെ ഉണ്ടായിട്ടുള്ള ഇന്ത്യ വിരുദ്ധ ഹിന്ദു വിരുദ്ധ കലാപങ്ങളും ഒക്കെ. അപ്പൊ അതിന്റെ ഒരു സംഘർഷങ്ങളും അതുപോലെ അതിന്റെ പലവിധ വിഷയങ്ങളൊക്കെ ഇങ്ങനെ രണ്ടു ഭാഗത്തും നടന്നുകൊണ്ടൊക്കെ ഇരിക്കുന്ന ഒരു സന്ദർഭത്തിൽ അത് ഏതാണ്ട് അവസാനിച്ച് അല്ലെങ്കിൽ ഇത്തിരി സമാധാനമുണ്ട് എന്ന് തോന്നുന്ന ഘട്ടത്തിലാണ് നമ്മുടെ ആസാം മുഖ്യമന്ത്രിയുടെ ഒരു പ്രസ്താവന വന്നിട്ടുള്ളത്. അപ്പൊ അതിനകത്ത് ഒരു ശത്രു രാജ്യത്തിനെതിരായിട്ടുള്ള ഒരു പ്രസ്താവന എന്നതിനപ്പുറത്ത് ഈ ആസാമിൽ താമസിക്കുന്ന ബംഗ്ലാദേശി ഒറിജിൻസ് ആയിട്ടുള്ള മുസ്ലിങ്ങളെ ഒരു വംശീയമായിട്ട് അവഹേളിക്കുന്ന തരത്തിലുള്ള ഒരു പദം ഉപയോഗിച്ചുകൊണ്ടാണ് ആ സ്റ്റേറ്റ്മെന്റ് വരുന്നത്. അപ്പൊ ആ സ്റ്റേറ്റ്മെന്റ് തന്നെ അത്യന്തം വിദ്വേഷകരമായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. എന്നാൽ ആ ഉപയോഗിച്ച പദമാണ് ഇത് കുറച്ചുകൂടി അതിനെ ഒരു സിവിയർ ആക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഏത് സാഹചര്യത്തിലാണ് ഇത്തരം ഒരു പദപ്രയോഗവും അതുപോലെ ആ ഒരു സ്റ്റേറ്റ്മെന്റ് ഒക്കെ വന്നിട്ടുണ്ടാവും? എന്താണ് സാറിന്റെ ഒരു വിലയിരുത്തൽ? ഒരു കാര്യം പറയാം. അതായത് ആസാം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ നടത്തിയിരിക്കുന്ന ഈ അടുത്ത സമയത്തെ സ്റ്റേറ്റ്മെന്റ്, അത് ഇന്ത്യയിലെ ഏത് കോടതിയിൽ പോയാലും ഇയാളോട് രാജിവെക്കാൻ പറയും. അയാൾക്കത് ആവശ്യമാണ്. കാരണം ഒന്നാൽ മാത്രമേ അയാൾക്ക് അടുത്ത പ്രാവശ്യത്തെ ഇലക്ഷനിൽ അവിടെ ജയിക്കാൻ പറ്റുകയുള്ളൂ. കാരണം ഹിന്ദു വോട്ടുകൾ മുഴുവനും പോളറൈസ് ചെയ്യണം. അയാൾ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റാണ് ഒരു കാരണവശാലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം BJPയുടെ സീനിയർ നേതാക്കൾ വരെ അയാളെ വിളിച്ച് ശാസിച്ചു. എന്നിട്ട് പറഞ്ഞു ബംഗ്ലാദേശി മുസ്ലിങ്ങളെയാണ് പറഞ്ഞ, ആസാമി മുസ്ലിങ്ങളെ അല്ല പറഞ്ഞത്. ഇയാൾ പറഞ്ഞ മുസ്ലിങ്ങളെ ഒന്നടങ്കാണ് പറഞ്ഞത്. അതായത് ഒരു ഓട്ടോറിക്ഷ വിളിക്കുമ്പോൾ ഒരാൾക്ക് 5 രൂപ കൊടുക്കുമ്പോൾ മിയ എന്ന് പറയുന്നത് മുസ്ലിംസാണ്, അവർക്ക് 4 രൂപ കൊടുക്കണം, ഹിന്ദുക്കൾക്ക് 5 രൂപ കൊടുക്കണം. അപ്പം ബേസിക്കലി ഇന്ത്യയുടെ ഭരണഘടനയ്ക്കകത്ത് പറഞ്ഞിരിക്കുന്നതിനെ മുഴുവനുമാണ് ഇയാൾ ലംഘിച്ചിരിക്കുന്നത്. കാരണം അങ്ങനെയാണെങ്കിൽ പല ആൾക്കാരും ചോദിക്കാൻ തുടങ്ങി, സോഷ്യൽ മീഡിയ ചോദിക്കാൻ തുടങ്ങി. അതേപോലെ തന്നെ ഇതിൻ്റെ റിഫ്ലക്ഷൻ എന്ന് പറയുന്നത് ഗൾഫിലും ഇസ്ലാമിക രാജ്യങ്ങളിൽ വരാൻ തുടങ്ങി. അതാണ് ഞാൻ പറയുന്നത്, ഡിജിറ്റൽ വേൾഡിൽ ഇതൊന്നും ഒരിടത്ത് ഒതുക്കി നിൽക്കാൻ പറ്റത്തില്ല. എന്താ ഇസ്ലാമിക ലോകത്ത് പറഞ്ഞ ചോദ്യം? ഇന്ത്യയിൽ എത്ര ഹിന്ദുക്കൾ, അതായത് ഈ പറയുന്ന അറേബ്യൻ രാജ്യങ്ങളിൽ, ഇസ്ലാമിക രാജ്യങ്ങളിൽ വർക്ക് ചെയ്യുന്നുണ്ട്? അതായത് സിമ്പിളായിട്ട് ജോലി ചെയ്ത് ചെയ്യുന്നുണ്ട്. പിന്നെ ബിസിനസ്സുകാരുണ്ട്. അപ്പോൾ അവിടെ ജോലി ചെയ്യുന്ന ഹിന്ദുക്കൾക്ക് അവിടെ ഇപ്പം 10 റിയാലിൻ്റെ ഭാഗത്ത് ആ ഹിന്ദുക്കളെ നോക്കി മാറ്റിയിട്ട് അവർക്ക് 5 റിയാൽ കൊടുക്കുക. ഇതാണ് ഈ പറയുന്ന പരമ വട്ടനവൻ. കാരണം ഇത് ഞാൻ നേരത്തെ ജിബിനോട് പറഞ്ഞു, ഇന്ത്യയിലുണ്ടായ ബജറാങ് ദളിൻ്റെ ക്രിസ്ത്യൻ അറ്റാക്ക് അമേരിക്കയിലുള്ള ഹിന്ദുക്കളും ഓസ്ട്രേലിയയിലുള്ള ഹിന്ദുക്കളും യൂറോപ്പിലുള്ള ഹിന്ദുക്കൾ അനുഭവിക്കാൻ തുടങ്ങി. ഇത് ചെറിയ ഇഷ്യൂ അല്ല. അറബ് ലീഗ് ഇപ്പോൾ ഇന്ത്യ സന്ദർശനം ഇപ്പോൾ ഒന്ന് കഴിഞ്ഞതേ ഉള്ളൂ. അപ്പോൾ അവർ ഇന്ത്യൻ പ്രധാനമന്ത്രിയൊക്കെ കണ്ടു കഴിയുമ്പോൾ അവർ ഈ അപ്രിഹെൻഷൻ പറഞ്ഞു. മുസ്ലിങ്ങളുടെ വീട് അവിടുത്തെ ഇന്ത്യയിലെ ഓരോ BJP ഭരിക്കുന്ന സ്റ്റേറ്റുകളാണെങ്കിലും അതേപോലെ തന്നെ മുനിസിപ്പാലിറ്റികളും പെട്ടെന്ന് കോടതിയുടെ ഓർഡറുണ്ടോ അതുണ്ട് വന്ന് അവരുടെ വീടുകൾ പൊളിക്കുന്നു. ഏത് രീതിയിലാണ് ഇത് ബാലൻസ് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റുന്നത്? സുപ്രീം കോടതി പറഞ്ഞ് ചെയ്യരുത്, പക്ഷേ സ്ഥിരമായിട്ട് നടക്കുകയാണ്. ഇപ്പം ക്രിസ്ത്യാനികളുടെ പള്ളികളോ അതും ഇതൊക്കെ പൊളിക്കാൻ തുടങ്ങി. അപ്പം ഇത് ഇവിടെ ഒന്നും നിൽക്കുന്ന ഒരു ഗെയിമല്ല ഇത്. ഇപ്പം വരാൻ പോകുന്ന ദിവസങ്ങളിലും വരാൻ പോകുന്ന മാസങ്ങളിലും ഈ ഇഷ്യൂ അത് ഗ്ലോബലായിട്ടങ്ങ് മാറും. ഇന്ത്യൻ പ്രധാനമന്ത്രിയെ ഗ്ലോബലായിട്ടങ്ങ് നാറ്റിക്കും ഈ സംഭവം. ഈ അറബ് രാജ്യങ്ങൾ വെറുതെ ഇരിക്കുമോ? കാരണം ഇത് സ്ഥിരമായിട്ട് ഇന്ത്യയിൽ ഉണ്ടാവുമല്ലേ. ഇപ്പോൾ ബീഫിൻ്റെ ഇഷ്യൂവുമായി ബന്ധപ്പെട്ട് ഞാൻ ചില അകത്തു നിന്നുള്ള ഇൻഫർമേഷൻ അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ലോകത്തിൽ ഏറ്റവും കൂടുതൽ ബീഫ് കയറ്റുമതി ചെയ്യുന്ന രാജ്യമാണ് ഇന്ത്യ. അതിൽ ഏറ്റവും കൂടുതൽ ഈ ബീഫ് വാങ്ങുന്ന രാജ്യം ഏതാ? ഇന്ത്യയിൽ നിന്നും ഏറ്റവും കൂടുതൽ അറേബ്യൻ രാജ്യങ്ങളാണ്. അത് കഴിഞ്ഞ ചൈന, UK അല്ലെങ്കിൽ പിന്നെ അമേരിക്കയിലോട്ടൊന്നും അല്ല. നമ്മുടെ എക്സ്പോർട്ട് മുഴുവൻ പോകുന്നത് ഈ മുസ്ലിം രാജ്യങ്ങൾ, പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിലേക്കാണ് പോകുന്നത്. ഇത് പോകുന്നത് ഈ പറയുന്ന ബീഫ് ഉൽപാദനം, അതായത് ഈ സ്ലോട്ടർ ഹൗസും അതേപോലെ തന്നെ ഇതിൻ്റെ ഏറ്റവും കൂടുതൽ എക്സ്പോർട്ട് ചെയ്യുന്ന ആരാ? ഇന്ത്യയിലെ അപ്പർ കാസ്റ്റായ ഹിന്ദുക്കൾ, ജെയിൻ കമ്മ്യൂണിറ്റിയിലുള്ളവർ വരെ ഉണ്ട്.
അത് ഡൽഹിക്കടുത്തുണ്ട്, എത്രയെണ്ണം ഉണ്ട്. ഈ യു പിയിലുണ്ട്, മലയാളികൾ നടത്തുന്ന സംഭവമുണ്ട്. അപ്പം ഒരു ഭാഗത്ത് ഇത് പറയുന്നു, പശുവിൻ്റെ പേരിലും മാംസത്തിൻ്റെ പേരിലും അടിച്ചു കൊല്ലാൻ ശ്രമിക്കുന്നു. മറുഭാഗത്ത് അവനെ ജീവിക്കാൻ സമ്മതിക്കുന്നില്ല, അവൻ്റെ വീടുകളും അതൊക്കെ അടിച്ചു പൊളിക്കാൻ ശ്രമിക്കുന്നു. ഈ അറബ് ലീഗും ഈ ഇസ്ലാമിക രാജ്യത്തെ ആൾക്കാർ പറയുന്നൊരു കാര്യം, നിങ്ങൾ ടെററിസ്റ്റിനെ കൈകാര്യം ചെയ്യുക, അതിനെ അവർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഒന്നും അറിയാത്തൊരു മുസ്ലിം, ഒരു ഓട്ടോറിക്ഷ ഓടിക്കുന്നവൻ, ഒരു സൈക്കിൾ റിക്ഷ പുള്ളി ചെയ്യുന്നവൻ, അവനോടിത് കാണിക്കുന്നൊരു സാധാരണക്കാരന് ഒരു കാര്യവുമില്ലാതെ അവനെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നു. എന്നിട്ട് അതിൻ്റെ വോട്ട് ബാങ്ക് എന്നും പറഞ്ഞ് പൊളിറ്റിക്സ്, റൈറ്റ് വിങ് പൊളിറ്റിക്സ് ഈ കളിക്കുന്നത്. ഇത് ശരിയല്ല. ഇത് നേരെ ചൊവ്വേ പോകുന്നൊരു ഗെയിമല്ല. നമുക്ക് ഈ ആസാമിലേക്ക് പോവുകയാണെങ്കിൽ ഈ പറഞ്ഞ ബംഗ്ലാദേശുമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ നമുക്കിപ്പോ ഒരു 1 ഇയറിനുള്ളിലാണ്, അവിടുത്തെ ഭരണമാറ്റത്തിന് ശേഷമാണ് സ്റ്റാർട്ടിങ്ങുകൾ. പക്ഷെ ഈ നോർത്ത് ഈസ്റ്റിലെ BJPയുടെ ഒരു പൊളിറ്റിക്സ്, അവിടെ അവർക്ക് ഈ പശുവിന്റെ രാഷ്ട്രീയം പറയാൻ പറ്റില്ല, അല്ലെങ്കിൽ അവിടെ ഈ ഹിന്ദുത്വ രാഷ്ട്രീയം പറയാൻ പറ്റില്ല. ആ സ്ഥലത്ത് അവർ കൃത്യമായിട്ട് ആസാമിൽ ഉൾപ്പെടെ ഇപ്പോ ഈ വെസ്റ്റ് ബംഗാളിൽ പറയാൻ അവര് കഴിഞ്ഞ ഇലക്ഷനിൽ ഉൾപ്പെടെ പറയുന്നത്, ഇനി വരാൻ പോകുന്ന ഇലക്ഷനിൽ പ്രയോഗിക്കാൻ പോകുന്നതും ഈ പറയുന്ന ബംഗ്ലാദേശിൽ നിന്നുള്ള ഒരു കുടിയേറ്റമാണ്. അപ്പൊ ആസാമിൽ തീർച്ചയായിട്ടും അവിടുത്തെ ഹിന്ദു വോട്ടുകളെ ഏകോപിപ്പിക്കുന്നതിനകത്ത് ഈ ബംഗ്ലാദേശി മുസ്ലിം കുടിയേറ്റം എന്ന് പറയുന്ന അത് കൾച്ചറലായിട്ടുള്ള മാറ്റം ഉണ്ടാക്കുന്നു, അല്ലെങ്കിൽ ഡെമോഗ്രഫിക്ക് വലിയ മാറ്റം ഉണ്ടാക്കുന്ന ഒരു സാധനം അവിടെ ഉണ്ടായിരുന്നു. അതിലൊന്നും ചെയ്യാൻ പറ്റാത്തതുകൊണ്ടുള്ള ഒരു നിരാശയിൽ നിന്നാണോ അടുത്ത തെരഞ്ഞെടുപ്പ് കൂടി ലക്ഷ്യമിട്ടുകൊണ്ട് ഇങ്ങനെയുള്ള ചില ഏറ്റ് സാധനം വന്നിട്ടുണ്ടാവും? ഞാൻ ജിബിനോടൊരു കാര്യം തുറന്നു പറയാം. ഈ ഇന്ത്യയും ബംഗ്ലാദേശും ഒരു രാജ്യമായിരുന്നു. 1971 ഈ സംഭവം പാകിസ്ഥാനിൽ നിന്ന് മാറി ബംഗ്ലാദേശ് എന്ന് പറഞ്ഞ രാജ്യമാകുന്നത്. അതിനു മുമ്പ് 1947 അത് ഈസ്റ്റ് പാകിസ്ഥാനാണ് ഈ ബംഗ്ലാദേശ്. നമ്മളിത് ആസാമിലാണെങ്കിലും ബംഗാളിൽ പോയി, ഇതൊക്കെ ബോർഡറാണ് ഈ നോർത്ത് ഈസ്റ്റ് പല സ്റ്റേറ്റുകളും. നമുക്കിവിടെ ഈ പറയുന്ന ബംഗ്ലാദേശ്, ഇവർ ബംഗാളി ലാംഗ്വേജാണ് സംസാരിക്കുന്നത്. ആസാമിലുള്ള ബംഗ്ലാദേശികൾ എന്ന് പറഞ്ഞ ബംഗാളികൾ സംസാരിക്കുന്ന ആസാമി ലാംഗ്വേജാണ്. അതായത് ബ്രഹ്മപുത്രയുടെ ഇപ്പുറവും ബ്രഹ്മപുത്രയുടെ അപ്പുറവും, ഇതാണ് സംഭവം. അപ്പം അവിടെയുള്ള മുസ്ലിങ്ങൾ, അതേപോലെ തന്നെ നാഷണൽ ഹൈവേ, അതായത് സിലിഗുഡിയിൽ നിന്ന് ആസാമിലോട്ട് വരുന്ന നാഷണൽ ഹൈവേ, ഇതൊക്കെ ഞാൻ നിന്നോടൊരു കാര്യം പറയാം. ഇതിൻ്റെ സൈഡ് ഇത് മുഴുവനും ബംഗ്ലാദേശിൻ്റെ ബോർഡറാണ്. ഈ തീർത്ഥയില്ലെങ്കിൽ നടന്നു പോകാവുന്ന സ്ഥിതിയാണ് പലയിടത്തും. ഇത് നടന്ന് അങ്ങോട്ട് കയറാവുന്നേ ഉള്ളൂ. ഇപ്പോൾ നോർത്ത് ഈസ്റ്റിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ റോഡിൻ്റെ അപ്പുറം ബംഗ്ലാദേശ്, റോഡിൻ്റെ ഇപ്പുറം ഇന്ത്യ. അത് അവിടെ നിന്ന് ഈ പറയുന്ന പോലെ ഈ BSFന്റെ സെക്യൂരിറ്റി എത്ര ഓരോ 10 മീറ്റർ വെച്ച് സെക്യൂരിറ്റി നിർത്താൻ പറ്റുമോ? ഈ പറയുന്ന ഫെൻസിങ് എന്ന് പറയുന്നത് നടക്കുന്ന കാര്യമാണോ? കാരണം ഇതിന് ഇപ്പൊ ഈ പറയുന്ന ഏപ്രിലിൽ നമ്മുടെ കേരളത്തിൽ ഈ വിഷു ഒക്കെ ആഘോഷിക്കുന്ന സ്ഥലത്ത് അവിടെ ബിഹു എന്ന് പറഞ്ഞൊരു ആഘോഷം ഉണ്ടല്ലോ. അപ്പൊ ഈ ഫെൻസിന്റെ ഇടത്ത് വലത്ത് നിന്നിട്ട് ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഗിഫ്റ്റുകൾ തെളിച്ചു തരും. കാരണം ഈ ഗിഫ്റ്റുകൾ എക്സ്ചേഞ്ച് ചെയ്യുന്ന ഒരു ഫെസ്റ്റിവൽ ആണത്. അപ്പൊ അവിടെ ഈ പറയുന്ന ആളുകൾക്കിടയിൽ കല്യാണം കഴിച്ചിട്ടുണ്ട്, അവർ തമ്മിൽ കൾച്ചറലായിട്ടുള്ള ബന്ധമുണ്ട്, ഒരേ റേസ് ആണ്. അപ്പൊ അതിനുള്ളിൽ നിന്നുകൊണ്ടാണ് ഈ ഹേറ്റ് പൊളിറ്റിക്സ് പറയുന്നത് കാര്യം കൂടി. അതാണ് ഈ സംഭവം എന്ന് പറയുക. കാരണം ഒരു ഇന്ത്യ എന്ന് പറഞ്ഞ ഒറ്റ രാജ്യമായിരുന്നു ഇത്. ഈ ബംഗാളിലുള്ള ബംഗാളികളും ബംഗ്ലാദേശിലുള്ള ബംഗാളികളും, ഞാൻ പറയുന്നത് അപ്പർ കാസ്റ്റിൻ്റെ കാര്യമല്ല, ഈ പറയുന്ന അത് നമുക്ക് കൽക്കട്ടയിൽ വിസിബിളാണിത്. കാരണം കൽക്കട്ട ഇന്ത്യയുടെ ബംഗാളികൾ പറയുന്ന ബംഗ്ലാ ഭാഷയും ബംഗ്ലാദേശികളും പറയുന്നത് ഡിഫറൻ്റാണ്. അതായത് നമ്മുടെ കാസർഗോട്ടെ മലയാളികൾ പറയുന്നത് തിരുവനന്തപുരത്തെ മലയാളികളും പറയുന്ന പോലെ വ്യത്യാസമായത്. ഈസി ആയിട്ടത് ക്യാപ്ചർ ചെയ്യാൻ സാധിക്കും ഇതിനെ സംസാരിക്കുന്നതിന്. ഓക്കെ, ഇത് രണ്ടാമത്തെ കാര്യം. ഇതെന്ന് പറയുന്നത് ബംഗ്ലാദേശ് എന്ന് പറഞ്ഞ അവരുടെ കൾച്ചറും ട്രഡീഷനും ഒക്കെ ഇന്ത്യയുടെ ഭാഗമാണ്. അതുകൊണ്ട് തന്നെയാണ് ബംഗ്ലാദേശിൽ ഢാക്കയിലാണെങ്കിലും ചിറ്റഗോങ്ങിലാണെങ്കിലും പല സിറ്റികളിലും ഇന്ത്യക്കാരെ ഹിന്ദുക്കളുണ്ട്. അവരവിടെ ദുർഗാപൂജ ഈ പറയുന്ന മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ കൂടല്ലേ ജീവിക്കുന്നത്. ഇന്ത്യയിൽ ഈ സംഭവം ഉണ്ടാകുന്ന ഹിമാന്ത് ബിശ്വാസ് ശർമ്മയും അതേപോലെ തന്നെ പല ആൾക്കാരെയും ബംഗ്ലാദേശികളെന്നും പറഞ്ഞ അടിയും പിടിയും ഉണ്ടാകുമ്പം ആലോചിക്കേണ്ട ഒരു വിഷയമുണ്ട്. അവിടെയുള്ള ഹിന്ദുക്കളെ അറ്റാക്ക് ചെയ്യും. അതേപോലെ തന്നെ ഇന്ത്യ ഗവൺമെൻറ്റും ഈ പറയുന്ന ഇലക്ഷനോടനുബന്ധിച്ച് ഇന്ത്യയുടെ ബംഗാളിലാണെങ്കിലും ആസാമിലൊക്കെ പറയുന്നത് ഇപ്പോഴവരെ ഡീപ്പോർട്ട് ചെയ്യണം. നടക്കുന്ന കാര്യമല്ല.
അതായത് വരാൻ പോകുന്ന ഒരു 1000 വർഷം കൊണ്ട് ഇത് നടക്കത്തില്ല. ആ ഒരു സംഭവം കാരണം SIRന്റെ ഇഷ്യൂ ആണ് ഇത് കത്തി കത്തി ഇന്ത്യ ബംഗ്ലാദേശ് ഇഷ്യൂ ഇത്രമാത്രം രൂക്ഷമായി മാറിയത്. അതുകൊണ്ടാണ് ഗവൺമെൻറ് പെട്ടെന്ന് ലെറ്റ് ഡൗൺ ചെയ്ത് താപ്പോട്ടങ്ങ് വെച്ചത്. കാരണം ഇവരങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അവന്മാർ തിരിച്ചു വിടുവോ? അവിടെയുള്ള ഇന്ത്യക്കാർ, ഹിന്ദുക്കളായിട്ടുള്ള ഇന്ത്യക്കാരെ അവർ തിരിച്ചു വിടുവോ? പല വെർട്ടിക്കൽസ് ഉണ്ട് ഇത് സംഭവം. അതുകൂടെ ഇത് എനിക്ക് തോന്നുന്നു അവിടെ കയ്യിൽ നിന്ന് ഇത് കൈവിട്ടുപോയി. നമുക്കറിയാം ഇപ്പം ഇന്ത്യയിലെ പല പല സ്ഥലങ്ങളിലും ബംഗ്ലാദേശികൾ എന്ന് പറഞ്ഞിട്ട് അവർ ആക്രമിച്ചു. നമ്മുടെ കേരളത്തിൽ പോലും പാലക്കാട് പോലും ഒരു പിന്നീട് വാർത്തകൾ വരുമ്പോഴാണ് മനസ്സിലാവുന്നത് അദ്ദേഹം ഒരു ഹിന്ദുവാണ്, ഇന്ത്യക്കാരനാണ്. അപ്പൊ അയാൾ പോലും ബംഗ്ലാദേശി എന്ന് ലേബൽ ചെയ്താണ് ആക്രമിക്കുന്നത്. അപ്പൊ ആ തരത്തിലേക്ക് ഇതിനൊരു കൈവിട്ട നിലയിലേക്ക് പോയിരുന്നു. എനിക്ക് അതുകൊണ്ടായിരിക്കും കുറച്ചുകൂടി സ്റ്റെപ്പ് ബാക്ക് ചെയ്ത് തോന്നുന്നു. ഒരു കാര്യം പറയും, ഇത് ഈ സംഘപരിവാർ, അതായത് BJP, അവർ ഈ വോട്ടിന് വേണ്ടി നോക്കുന്ന ഈ ഗെയിം എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് എസ്കലേറ്റ് ചെയ്യും. അതായത് ഒരു ചെറിയൊരു റീജിയണലി കിടന്നൊരു ഇഷ്യൂ ആണ് 2 രാജ്യങ്ങളുടെ ഇഷ്യൂയിലോട്ട് മാറി. മനസ്സിലായോ? അതായത് ഒരിക്കലും അടുക്കാത്ത രീതിയിൽ അങ്ങ് മാറിപ്പോവുക. ഇതിനകത്തുണ്ടായ പ്രശ്നം എന്ത്? ബംഗ്ലാദേശ് അങ്ങ് ബോയ്ക്കോട്ട് ചെയ്തു, ഞങ്ങൾ ഇനി നിങ്ങളുടെ കൂടെ ക്രിക്കറ്റ് കളിക്കുന്നില്ല. അത് കഴിഞ്ഞ് പാകിസ്ഥാനും പറഞ്ഞു കളിക്കുന്നു. ഇത് നേരത്തെ ഇന്ത്യയുടെ ജിയോ പൊളിറ്റിക്കൽ സ്റ്റാൻഡാണ് ബേസിക്കലി ഇവിടുത്തെ BJP റൈറ്റ് വിങ് എടുത്തത്. പാകിസ്ഥാനെതിരെ ക്രിക്കറ്റ് കളിക്കുന്നില്ല, ബംഗ്ലാദേശ് കളിക്കുന്നില്ല. പാകിസ്ഥാൻ പറഞ്ഞു ഞങ്ങളും കളിക്കുന്നില്ല. ഇപ്പം ഇന്ത്യ ഇപ്പോൾ കരയാൻ തുടങ്ങി. ഇപ്പം എത്ര മില്യൺ ആൾക്കാരപ്പോൾ ഈ മാച്ച് എന്ന് പറഞ്ഞ സംഭവം ഏകദേശം അതൊരു ഇന്ത്യൻ സബ് കോണ്ടിനെന്റിന്റെ ഇൻക്ലൂഡിങ് ശ്രീലങ്ക, ഇന്ത്യ, ബംഗ്ലാദേശ്, പാകിസ്ഥാൻ എന്ന് പറയുന്നത് അതൊരു ക്രിക്കറ്റ് എന്ന് പറഞ്ഞ റിലീജിയൻ ആയിരുന്നു. അതെ, പ്രശ്നങ്ങൾക്കെല്ലാം അപ്പുറത്ത്. അതെ, ഏകദേശം 2 രാജ്യം കൂടെ ചേർത്ത് ഏകദേശം 40 കോടിയോളം ജനങ്ങൾ, അതായത് പാകിസ്ഥാനും ബംഗ്ലാദേശും കൂടെ ചേർത്ത് അവർ ഇന്ത്യയുടെ ശത്രുവാവുക പെർമനന്റ് ആയിട്ട്. അതായത് ഇവിടുത്തെ പല കിഴങ്ങന്മാർക്കും മനസ്സിലായിട്ടില്ല ഈ ഗെയിം. അത് ബേസിക്കലി എന്തൊരു മുസ്ലിം ബ്ലോക്കാണ്. നമ്മൾ അതും കൂടെ ആലോചിക്കണം. ഇവർ ഇന്ത്യയിൽ വോട്ടിന് വേണ്ടി നിങ്ങൾ രാഷ്ട്രീയമൊക്കെ പറഞ്ഞു, പക്ഷെ അത് വീണ്ടും ഗ്രൗണ്ടിലോട്ട് കൊണ്ടുവന്ന് എപ്പോഴും ഇത് പറഞ്ഞ് അതിഭയങ്കര ശത്രുതയിലോട്ട് പോയി കഴിഞ്ഞാൽ ഇപ്പം ഇവരെ സപ്പോർട്ട് ചെയ്യുന്ന റിലീജിയസ് ആയിട്ട് പെട്ടെന്ന് കയറി വരും. അതാണ് ഈ ഗ്ലോബലായിട്ട്, പ്രത്യേകിച്ച് മിഡിൽ ഈസ്റ്റ്, വെസ്റ്റ് ഏഷ്യയിൽ ഈ പറയുന്ന പാകിസ്ഥാന് സപ്പോർട്ട് കയറിയത് ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം. കാരണം വിഷ്വൽസ് നോക്കുമ്പോഴേ ഇന്ത്യ ബോംബ് ചെയ്തിരിക്കുന്നത്, അതായത് ഈ അവരുടെ ഈ മുസ്ലിം മോസ്കും പോലെയുള്ള സ്ഥലത്തും അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് അതിനതൊരു വേറെ പിക്ചറായി മാറി. പിന്നീടാണ് ഇന്ത്യക്ക് മനസ്സിലായി ഇത് ഒരു കടന്ന കൈയായിപ്പോയി. എന്തുകൊണ്ടാണ് പഴയ പോലെ അറബ് രാജ്യങ്ങൾ ഇന്ത്യയുമായിട്ട് ബന്ധമില്ലാത്തത് ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം? ഡിപ്ലോമാറ്റിക്കലി നോക്ക്, എന്തുകൊണ്ടാണ് പഴയ ബന്ധമില്ലാത്തത്? അറബ് ലീഗ് വന്നു കഴിഞ്ഞപ്പോൾ ഇന്ത്യയോട് കൃത്യമായിട്ട് പറഞ്ഞു ഈ രീതി പോകാൻ പറ്റത്തില്ല, ഞങ്ങൾ നിങ്ങളുടെ ശത്രുവാകും. കാരണം എത്രമാത്രം ശത്രുക്കളെ ഒരുമിച്ച് കൊണ്ടുപോകാൻ സാധിക്കും? ഇപ്പം ഇലക്ഷൻ കഴിയുന്നു, ഒരു പ്രത്യേക അളവ് വരെ ഇതൊക്കെ ഉപയോഗിക്കാം. പക്ഷെ അതിലും കൂടുതലായിട്ട് ഇത് വന്നു കഴിഞ്ഞിട്ട്, പ്രത്യേകിച്ച് ഇന്ത്യയിലെ ഇറസ്പോൺസിബിളായിട്ടുള്ള മീഡിയയും റൈറ്റ് വിങ്ങിൻ്റെ സോഷ്യൽ മീഡിയ ഹാൻഡിൽ ചെയ്യുന്നവർക്കും അവർക്കിതൊരു ഭയങ്കര എക്സൈറ്റ്മെൻറ്റാണ്. ഈ എക്സൈറ്റ്മെൻറ്റിൻ്റെ അകത്തുണ്ടായ സംഭവം ഇത്. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. ഉത്തരാഖണ്ഡിൽ കോത്തദാർ അവിടെ 72 വയസ്സുള്ള ഒരു ബാബ, താടിയൊക്കെ വെച്ച ഒരാൾ, അയാൾ ഈ സ്കൂൾ യൂണിഫോം വിൽക്കുന്ന ഒരു ചെറിയ ഈ ടെക്സ്റ്റൈലിൻ്റെ ചെറിയൊരു കടയാണ്. അയാൾ അവിടെ ബാബ ടെക്സ്റ്റൈൽസ്, അയാളെ അവിടെ എല്ലാവരും വിളിക്കുന്നത് ബാബയെന്നാണ്. കാരണം താടിയൊക്കെ വെച്ച് പഴയ ഒരാളാണ്. അവിടെ ചെന്ന് കുറച്ച് ബജറാങ് ദളുകാർ പറയുവാണോ ഇപ്പോഴയാളുടെ പേര് മാറ്റണം, ബാബയുടെ പേര് മാറ്റണം. അവിടെ ഒരാൾ കയറി ജിമ്മിൻ്റെ ഒരു ട്രെയിനർ ദീപക് കുമാർ എന്ന് പറഞ്ഞ ആൾ കയറി ഇടപെടുന്നു. ഒരിക്കലും സംഘപരിവാറും ബജറാങ് ദളും ഉദ്ദേശിച്ചില്ല ദീപക്കിന് ഇത്രമാത്രം സപ്പോർട്ട് ഹിന്ദുക്കളുടെ ഭാഗത്തു നിന്നുണ്ടാകുമെന്ന്. കാരണം എല്ലാവർക്കും ഇത് മടുത്തു. ഒരു പരിധിയുണ്ട് എല്ലാത്തിനും. ആ പരിധി എല്ലാം ക്രോസ് ചെയ്ത് പോയി കഴിഞ്ഞപ്പോൾ ഇതിന് ഗ്ലോബൽ അറ്റൻഷൻ കിട്ടാൻ തുടങ്ങി. അപ്പോൾ ഗ്ലോബൽ അറ്റൻഷനിലോട്ട് ഇത് പോകുമ്പോൾ
ഇത് ഡയറക്റ്റ്ലി ഇൻഡയറക്ട്ലി ഇന്ത്യയെ ബാധിക്കും, ഇന്ത്യക്കാരനെ ബാധിക്കും, ഹിന്ദു കമ്മ്യൂണിറ്റിയിലുള്ളവരെ ഡയറക്റ്റ് ബാധിക്കും. അല്ല, ഇപ്പൊ അതിനകത്താണ് ഇപ്പൊ നമുക്ക് അറിയാം, ഇപ്പം ഈ ആർഎസ്എസിന്റെ അല്ലെങ്കിൽ സംഘപരിവാർ സംഘടനകൾ ഉൾപ്പെടുന്നവർ കൂടാതെ തന്നെ ഈ ഇസ്കോൺ പോലുള്ള ഒരുപാട് സംഘടന, കൾച്ചറൽ ഓർഗനൈസേഷൻസ്, ഗ്ലോബലിയുള്ള ഹിന്ദു കൾച്ചറൽ ഓർഗനൈസേഷൻസ്, അതുകൂടാതെ ഈ പറയുന്ന ഇപ്പോ ഈ വെനിസ്വേലയില് സോഷ്യലിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് നേതാവായിരുന്ന മഡൂറോ, അവര് പോലും ഇവിടെയുള്ള സായിബാബയുടെ ഭക്തനായിരുന്നു. അത്തരത്തിൽ ഈ സായിബാബ അല്ലെങ്കിൽ ഈ നമുക്കറിയാം ഈ കേരളത്തിൽ തന്നെയുള്ള മാതാമർദ്ദ, ഇവർക്കെല്ലാം കാലിഫോർണിയയിൽ ഇവിടെയൊക്കെ ആശ്രമങ്ങൾ, അങ്ങനെ ഒരു ഗ്ലോബലായിട്ട് ഈ ഹിന്ദുത്വ എന്ന് പറയുന്ന ഒരു സാധനത്തിൽ ഉണ്ടായിരുന്ന ഒരു ഫേസ് ഉണ്ടായിരുന്നു. അതായത് ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ള യോഗയൊക്കെ ചെയ്യുക. അപ്പം ഇതിനകത്തേക്ക് ഗ്ലോബലി തന്നെ ഈ ഹിന്ദു റിലീജിയനിലേക്കല്ല ഞാൻ പറയുന്നത്, മറിച്ച് ഹിന്ദു ലൈഫ് സ്റ്റൈൽ എന്ന് പറയുന്ന ഒരു സാധനം ഗ്ലോബലി വലിയൊരു ആക്സെപ്റ്റൻസ് ഒക്കെ കിട്ടിയ ഒരു സാധനമായിരുന്നു. അതിലാണ് നമ്മുടെ ഈ പറയുന്ന ഇവിടെയുള്ള ചെറിയ ബാബന്മാരൊക്കെ ഇന്റർനാഷണൽ ആവുന്നത് ഇതിന്റെ ഒരു തുടർച്ചയായിട്ടാണ്. അപ്പൊ അവിടെയുള്ള ആളുകളുടെ മുന്നിലേക്ക് ഇത് മാത്രമല്ല ഹിന്ദുത്വം, ഇതല്ല സാധനം, ഇതിങ്ങനെ ഭയങ്കരമായിട്ട് വിദ്വേഷം പ്രചരിപ്പിക്കുന്ന ഒരു സാധനമാണ്, ഇത് അന്യമത വിദ്വേഷം കാണിക്കുന്ന ഒരു സംഭവമാണ്, അല്ലെങ്കിൽ മറ്റു പൊളിറ്റിക്കൽ ഐഡിയോളജീസിനെ അറ്റാക്ക് ചെയ്യുന്ന ഒരു സാധനമാണ് എന്നുള്ള ഒരു സംഭവം ഉണ്ടായി വരുമ്പോഴത്തേക്കും അതിന് ഈ പറയുന്ന RSSന്റെയോ അല്ലെങ്കിൽ സംഘപരിവാറിന്റെ കളത്തിന് അപ്പുറത്തേക്ക് അത് ഉണ്ടാക്കുന്ന ഒരു തിരിച്ചടി എന്തായിരിക്കും ഇന്ത്യയുടെ ഐഡന്റിറ്റി എന്നുള്ള നിലയിൽ? ഞാൻ പറയാം, യോഗ എന്ന് പറഞ്ഞ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വന്ന ശേഷമാണ് ഇതിന്റെ ഗ്ലോബൽ പിക്ചർ കിട്ടുന്നത്. അപ്പോൾ ഒരു ഗ്ലോബലായിട്ട് യോഗ ഡേ എന്ന് പറഞ്ഞൊരു ഡേ ഉണ്ടായി. ഇതിനകത്ത് ഏറ്റവും നമ്മളിപ്പോൾ വളരെ ഫോക്കസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ അതിൻ്റെ അകത്തൂടെ ഒരു ഇന്ത്യനൈസ്ഡ് ഇന്ത്യൻ വേ ഓഫ് തോട്ട്സ്, ഇന്ത്യൻ വേ ഓഫ് ലൈഫ് സ്റ്റൈൽ, ഇന്ത്യൻ വേ ഓഫ് കൾച്ചർ, അതിന് ഗ്ലോബലായിട്ടൊരു അക്സെപ്റ്റൻസ് കിട്ടി. അതിനകത്ത് ഹിന്ദു മിത്തോളജിക്ക് അക്സെപ്റ്റൻസ് കിട്ടി. എന്താണ് ഹിന്ദു മിത്തോളജി? വളരെ ടോളറൻസ് ആണ്, സ്വാമിമാർ, അവരുടെ ലൈഫ് സ്റ്റൈൽ വേറെയാണ്, ഇന്ത്യയുടെ ഹിമാന സാനുക്കളിൽ ഇങ്ങനെ തപസ് ചെയ്യുന്നവരാണ്. അതൊരു അക്സെപ്റ്റൻസ് തന്നെയാണ് ഒരു ഫാക്ടർ. അതൊരു സൈഡ് മാത്രമാണ്. കറക്റ്റ്, നീ പറഞ്ഞൊരു കറക്റ്റ്. ഒരു സൈഡ് മാത്രമാണ് ഇത് ഗ്ലോബലായിട്ട് പോയത്. ഇപ്പം മറ്റൊരു സൈഡ് ലോകത്തിലോട്ട് പുറത്തോട്ട് പോയി. എങ്ങനെയാണ് ക്രൈസ്തവരെ അറ്റാക്ക് ചെയ്യുന്നത്? കാരണം ഈ അറിയാവുന്നവർക്കറിയാം, ഇന്ത്യയിലെ ക്രൈസ്തവർ ഫോഴ്സ്ഫുള്ളി ഒരാളെ പോലും കൺവേർട്ട് ചെയ്യുകയില്ല. ഈ പറയുന്ന യൂറോപ്പാണെങ്കിൽ അമേരിക്കൻ ക്രിസ്ത്യൻ ഭൂരിപക്ഷ പ്രദേശങ്ങൾ, അവർക്കിതറിയാലും അവർ ചെയ്യത്തില്ലെന്ന്. അപ്പം ആ അറ്റാക്ക് ഉണ്ടാകുന്നു, ക്രിസ്മസ് അറ്റാക്ക് ഉണ്ടാകുന്നു, പാസ്റ്റർമാരെ അടിക്കുന്നു. അതേപോലെ പെട്ടെന്നൊരു സനാതനക്കാരൊരു ചർച്ചിൽ വന്നിട്ട് ജയ് ശ്രീറാം വിളിക്കാൻ പറയുന്നു, റോഡിൽ കൂടെ പോകുന്നവരെ ജയ് ശ്രീറാം വിളിക്കാൻ പറയുന്നു. അപ്പം ഇതേപോലെ തന്നെ അമേരിക്കയിലുള്ള ഹിന്ദുക്കൾ, യൂറോപ്പിലുള്ള ഹിന്ദുക്കൾ, അവരെ തടഞ്ഞു നിർത്തിയിട്ട് നീ ഹല്ലേലൂയ എന്ന് വിളിക്കണമെന്ന് ഇന്ന് വരെ കേട്ടിട്ടുണ്ട് ആരെങ്കിലും പറയുന്നത്? ഒരു ഫാക്ടറില്ല. അതേപോലെ തന്നെ അറബ് രാജ്യങ്ങളിൽ ഏതെങ്കിലും ഒരു ഹിന്ദുവിനെ പിടിച്ചു നിർത്തിയിട്ട് നീ അവിടെ ലാഹില്ല മറ്റേ അസ്ലാം അലൈക്കും ഈ സംഭവം പറയണമെന്ന് പറയുന്നുണ്ടോ? സിമ്പിൾ ചോദ്യമോ. ഇന്നത്തെ ഡിജിറ്റലിലൊന്നും നമുക്കിത് കാണാൻ കഴിയത്തില്ല, പക്ഷേ ഇന്ത്യയിലത് കാണാൻ കഴിയുന്നു. അതായത് നമ്മൾ ഈ ഉണ്ടാക്കി വെച്ചൊരു പിക്ചറിൻ്റെ യഥാർത്ഥ വശം ഇന്ന് ലോകം മുഴുവനും അറിഞ്ഞു. അത് ഇന്ത്യയെ ബാധിച്ചു, അത് ഇന്ത്യൻ പ്രധാനമന്ത്രിയെ ബാധിച്ചു. അതുകൊണ്ടാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി പല രീതിയിലും പല നിയന്ത്രണം കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. ബജറാങ് ദളാണെങ്കിലും മറ്റ് പല സംഘപരിവാറിൻ്റെ ഗ്രൂപ്പിനെയും. പക്ഷെ അയാളുടെ കൺട്രോളിലല്ല ഇത്. ഈ റിസർവേഷനുമായിട്ട് ഈ UGCയുമായി ബന്ധപ്പെട്ട് മോദി ഇത്രമാത്രം തെറി വിളിക്കുന്നു. ഇപ്പം BJP ഇത് കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. കാരണം അതിനകത്തൊരു വലിയൊരു എലമെൻ്റ് ഉണ്ട്. അവർ ഹാർഡ് കോറാണ്. അവർ പറയുന്ന ഇവിടെ ഹിന്ദുക്കളും മാത്രം മതി, മറ്റുള്ള ആളുകൾ വേണ്ട. ഈ പറയുന്ന ഹിന്ദുക്കളാണ് ഇവിടെ ജോലിയില്ലാതെ ഈ വിദേശ രാജ്യങ്ങളിൽ പോയി തിരിഞ്ഞ് ജോലി എന്നും പറഞ്ഞ് ബെഗ് ചെയ്യുന്നത്. ഇതാണ് രണ്ട് മുഖം എന്ന് പറയുന്നത്. അപ്പൊ അവിടെ ഇതിനകത്ത് ഈ വേറെ ഒരു സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ ഇപ്പോ സാറ് ഒരു മുസ്ലിം തെരുവ് കച്ചവടക്കാരനെതിരെ വന്നപ്പോൾ അവിടെ ഒരു ഹിന്ദു യുവാവ് വന്നിട്ട് അതിനെ ഒരു ഒപ്പോസ് ചെയ്ത ഒരു സംഗതി, അത് ഭയങ്കര ഒരു ആക്സെപ്റ്റൻസ് ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയിൽ പുതിയ ജനറേഷൻ ആളുകളിലൊക്കെ അത് ഭയങ്കരമായിട്ട് അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് വരികയൊക്കെ ചെയ്യും.
അപ്പോൾ നേരത്തെ നമുക്കറിയാം ഈ പിന്നെ നമ്മുടെ ജയ്പൂരിലുള്ള ഈ ബേക്കറി ഉടമകള് അവര് നമ്മുടെ മൈസൂർ പാക്കിന്റെ പേര് മാറ്റിയിട്ട് മൈസൂർ ശ്രീ എന്നൊക്കെ ആക്കിയിട്ടുണ്ടായിരുന്നു. ആ സമയത്തൊന്നും തന്നെ ഇത്തരം എതിർപ്പ് വന്നിട്ടില്ല. അപ്പോൾ അതിനർത്ഥം ആളുകൾ ഇതിനെ എതിർത്തു തുടങ്ങി ഒരു ഭാഗത്ത്. ഇനി അതേ സമയം നമ്മൾ ഈ പറയുന്ന ഹിന്ദുത്വ എലമെന്റ് അല്ലെങ്കിൽ ഫ്രഞ്ച് ഗ്രൂപ്പ് അതിലേക്ക് നോക്കുകയാണെങ്കിൽ അവിടെ ഈ RSSന് തീവ്രത പോരാ, അതല്ലെങ്കിൽ മോദിക്ക് തീവ്രത പോരാ എന്ന് പറഞ്ഞിട്ട് അടുത്ത മുഖ്യമന്ത്രിയായിട്ട് ഈ പിന്നെ യോഗിയെ ഉയർത്തി കാണിക്കുക. അതുപോലെ ഈ ആസാമിലെ പിന്നെ മുഖ്യമന്ത്രി പറഞ്ഞ സ്റ്റേറ്റ്മെന്റിനെ സീനിയർ BJP നേതാക്കൾ പോലും അല്ലെങ്കിൽ RSS നേതാക്കൾ പോലും തള്ളിക്കളയുമ്പോഴും അതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഗ്രൂപ്പ് വരിക. അങ്ങനെ ഒരു ഭാഗത്ത് ഇതിനെ എതിർക്കുന്ന ആളുകളും അതുപോലെ തന്നെ മറ്റൊരു ഭാഗത്ത് മോദിക്ക് തീവ്രത പോരാ എന്ന് പറഞ്ഞ് ബാധിക്കുന്ന ആളുകൾ, ഇവർ രണ്ടുപേരും കൂടിയിട്ടാണ് ഇപ്പൊ മുമ്പോട്ട് വരുന്നത്. ഇതിന്റെ ഒരു പൊളിറ്റിക്കൽ സ്ട്രഗിൾ എങ്ങനെയായിരിക്കും മുമ്പോട്ട് കൊണ്ടുപോകും? അതെങ്ങനെയാണ് ഇന്ത്യയുടെ ഒരു പൊളിറ്റിക്കൽ ലാൻഡ്സ്കേപ്പിനെ എങ്ങനെയാണ് അത് എഫക്ട് ചെയ്യുക? ഉറപ്പായിട്ടും ഇത് BJPക്കകത്ത് വലിയ ഇഷ്യൂ തന്നെ എപ്പോഴും. അതായത് ഹാർഡ് കോർ ആയിട്ടുള്ള സംഘപരിവാറിൻ്റെ ആളുകൾക്ക് മോദി ആക്സെപ്റ്റ് ചെയ്യാൻ വയ്യ, പല കാരണങ്ങളും കൊണ്ടും. കാരണം ഈ മോദി ഗവൺമെൻറ് ഈ പറയുന്ന ബാക്ക്വേർഡ് ക്ലാസ്സിന് പല സ്കീമുകളും അതും ഇതും പരിപാടികളും, അവരുടെ ഒരു ഡിമാൻഡാണ് റിസർവേഷൻ ക്യാൻസൽ ചെയ്യുക, അതില്ലാതാക്കുക. അത് മോദി ഗവൺമെൻറ് ഒരു കാരണവശാലും ചെയ്യത്തില്ല. അതിൻ്റെ ഭാഗമായിട്ട് തന്നെ UGCയുടെ സ്കീമും പുതിയ സംഭവം നോട്ടിഫൈ ഒക്കെ ചെയ്തിരിക്കുന്നത്. അപ്പം അവർക്ക് ഈ പറയുന്ന അവരുടെ ഏറ്റവും വലിയ പ്രശ്നം എന്തുവാ? ഈ ഹാർഡ് കോർ ആയിട്ടുള്ള അപ്പർ കാസ്റ്റിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്തുവാ? സംഘപരിവാറിൻ്റെ. കാരണം അവരുടെ മക്കൾക്ക് ഇന്ത്യയിൽ പഠിക്കാൻ ഫീസ് കൂടുതലാണ്. അവർ പറയുന്നതാണ്, അവരുടെ മക്കളെ വിദേശത്ത് വിട്ട് പഠിപ്പിക്കുന്നു, അവർക്കാകെ ഒരു കുട്ടിയോ 2 കുട്ടിയോ ഉള്ളൂ, ഇവരുടെ കുടുംബമായിട്ടങ്ങ് മൈഗ്രേറ്റ് ചെയ്യുന്നു, അവർ തിരിച്ചു വരുന്നില്ല. ഓക്കെ, അപ്പം ഇവർക്കറിയാം ഇത് കുറച്ച് കഴിയുമ്പോഴേ തമിഴ്നാട് പോലെ ആയിപ്പോകും. കാരണം തമിഴ്നാട് ദ്രാവിഡിയൻ മൂവ്മെൻറ്റ് വന്ന ശേഷമാണ് അവിടെ വളരെ ഡോമിനേറ്റ് ചെയ്ത ബ്രാഹ്മൺ കമ്മ്യൂണിറ്റി പേടിച്ചാണ് ഓടിപ്പോയത്. അതവിടെ ഗവൺമെന്റിന് മാത്രമല്ല, അവിടെ പുറത്ത് പ്രൈവറ്റ് ബിസിനസ്സുകാർ പോലും ഇന്ത്യയിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ദളിത് ബിസിനസ്സുകാരൊക്കെ ഉള്ളത്, ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റി ബിസിനസ്സുകാരൊക്കെ ഉള്ളത് തമിഴ്നാട്ടിലാണ്. അതെ, അപ്പോൾ അതാ പറഞ്ഞ, അപ്പം അവിടെ ദ്രാവിഡിയൻ മൂവ്മെൻറ്റും അതേപോലെ തന്നെ അപ്പർ കാസ്റ്റിനെതിരെ വലിയൊരു മൂവ്മെൻറ്റും ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ അവിടെയുള്ള അപ്പർ കാസ്റ്റ് ബ്രാഹ്മൺ കമ്മ്യൂണിറ്റി തമിഴ്നാട് വിട്ട് പോകേണ്ടി വന്നു. അത് വലിയ ബ്രിട്ടീഷ് പീരീഡിലൊക്കെ ഏറ്റവും ഡോമിനേറ്റഡ് ഈ മദ്രാസി ബ്രാഹ്മിൻസ് ആയിരുന്നു. അതെ, മദ്രാസ് ഹോട്ടൽ ഈ സംഭവങ്ങളൊക്കെ അവരുടെ വലിയ സംഭവം. അപ്പം അത് മുഴുവനും അത് വിട്ടോടേണ്ടി വന്നു. അതൊരു യാഥാർത്ഥ്യമാണ്. ഇതേപോലെ ഇവർക്ക് ഭയമാണ്. ഇന്ത്യയിൽ ഈ പറയുന്ന ദളിത് കമ്മ്യൂണിറ്റിയും ബാക്ക്വേർഡ് ക്ലാസ്സും ഈ പറയുന്ന OBCയും സ്ട്രെങ്തൻ ചെയ്ത് കഴിഞ്ഞാൽ ഇവരെയാണ് അറ്റാക്ക് ചെയ്യുന്നത്. ഇവരുടെ ജോലി മാത്രമല്ല, ഇവർക്ക് നാളെ ഇവിടെ എക്സിസ്റ്റ് ചെയ്ത് ജീവിക്കാൻ പറ്റുമോ ഇല്ലയോ, ഇതൊരു ചോദ്യമാണ്. അൺടച്ചബിലിറ്റി ഇന്നും അവർ വലിയ കാര്യമായിട്ട് വിശ്വസിക്കുന്നു. കാരണം അതില്ല എങ്കിൽ, മനുസ്മൃതിയില്ല, ഈ സംഭവങ്ങളില്ല എങ്കിൽ അവർ പറയുന്ന അതിൻ്റെ അകത്ത് പ്യൂരിറ്റി ഇല്ലെന്നാണ്. അത് അവരുടെ പുതിയ ജനറേഷനെ പഠിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ ഇവരൊക്കെ വിദേശത്ത് പോയിട്ട്, അപ്പോൾ അടുത്തിടയ്ക്ക് പ്രിൻ്റ് എന്ന് പറഞ്ഞ ഒരു വെബ്സൈറ്റിനകത്ത് വന്നൊരു ആർട്ടിക്കിൾ, അപ്പോൾ അതിനകത്ത് കൃത്യമായിട്ട് പറയുന്നുണ്ട്, അവിടെ അമേരിക്കയിലും യൂറോപ്പിലും ഉള്ള പോയിരിക്കുന്ന ഹിന്ദു കമ്മ്യൂണിറ്റി, അവരുടെ ന്യൂ ജനറേഷൻ എന്ന് പറയുന്നവർ അവർ പൂർണ്ണമായിട്ടും ഹിന്ദു കൾച്ചറിൽ വളരാൻ തയ്യാറല്ല. കാരണം കാരണം ഉറപ്പായിട്ടും ചോദ്യങ്ങളുണ്ടല്ലോ, ദൈവം ഒന്നാന്ന് രണ്ടാന്ന് ഇത്രയും ദൈവങ്ങൾ എങ്ങനെയാണ്? ഈ പറയുന്ന ജാതി വിവേചനത്തിൽ കൂടെയും അവൻ പറഞ്ഞാൽ ദൈവം കേൾക്കത്തില്ല, ഞാൻ പറഞ്ഞാലേ കേൾക്കുള്ളൂ. നോർമൽ ക്വസ്റ്റ്യൻസ് ആണ്. ഇതിനേക്കാളൊക്കെ ഇത്രയും കോംപ്ലിക്കേറ്റ് ആകുന്നതിന് മുമ്പ് തന്നെ അവിടെ പോയിട്ട് നമുക്ക് നമ്മുടെ ഈ അപ്പർ കാസ്റ്റ് ഹിന്ദു ലൈഫ് സ്റ്റൈൽ കൊണ്ടുപോകാൻ പറ്റുന്നില്ല. കാരണം അവർക്ക് ഉള്ളി കഴിക്കാൻ പറ്റില്ല, മീറ്റ് കഴിക്കാൻ പറ്റില്ല, അത് മുട്ട പോലും കഴിക്കില്ല. ആ സ്ഥലത്താണ് അത് മൊത്തമാണ് കാണുന്നത്. ഇപ്പം അമേരിക്കയിലാണെങ്കിലും യൂറോപ്പിലാണെങ്കിലും നമ്മളിപ്പോൾ പല സിറ്റികളിലും പലയിടത്തും പോവുകയാണെങ്കിൽ ഈ വെജിറ്റേറിയൻ ഫുഡ് എന്ന് പറഞ്ഞൊരു സാധനം അവിടെ ഇല്ല. അവിടെ നമ്മൾ ഈ ദൈവമായിട്ട് കരുതുന്ന ബീഫാണ് മെയിൻ ഫുഡ്. ബേസിക്കലി ഈ ഇന്ത്യക്ക് പുറത്ത് എവിടെ നോൺ വെജ് കൺസെപ്റ്റ് ഇല്ലല്ലോ. കാരണം ഫുഡ് എന്ന് പറയുന്നത്, അതായത് ഫുഡ് എന്ന് പറയുന്നതിൻ്റെ അകത്ത് കാരണം അവരുടെ വെതർ മാറ്റർ ചെയ്യും. കാരണം ഭയങ്കര തണുപ്പത്ത് ഈ പറയുന്ന നോൺ വെജ് കഴിക്കണം, ഈ പറയുന്ന ബീഫ് കഴിക്കണം. കാരണം ബോഡി ടെമ്പറേച്ചർ
അത് പ്രോപ്പറായിട്ട് ചെയ്യാൻ ഇത് ആവശ്യമാണ്. ഇത് വേറെ പ്രശ്നം ഇനി നമുക്ക് അവിടെ വെജിറ്റേറിയൻ ഓപ്ഷൻസ് ഒരുപാട് അവൈലബിൾ ആണ്. പക്ഷെ അവിടെ ഈ പറഞ്ഞ നോൺ വെജ് കുക്ക് ചെയ്യുന്ന അതേ കിച്ചണിൽ നിന്നാണ് ഈ സാധനം വരുന്നത്. ഇവർക്കത് പറ്റില്ലല്ലോ. ഇവർക്കത് സെപ്പറേറ്റ് ഹോട്ടൽ തന്നെ വേണ്ടേ? ജിബിൻ ഇതൊക്കെ ചുമ്മാ ഇമ്മര് വിഡ്ഢികൾ പറയുന്നത്. ഞാനിത് കണ്ടിട്ടുണ്ടല്ലോ. അതെ. അവിടെ ഇന്ത്യൻ റെസ്റ്റോറൻറ്റ് നടത്തുന്ന ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്, അപ്പർ കാസ്റ്റ്. അതിനകത്ത് നോൺ വെജും മദ്യവും ഈ സാധനവും ഇല്ലാതെ ഏത് റെസ്റ്റോറൻറ്റാണ് ഉള്ളത്? എല്ലാവരും കിച്ചണിൽ നിന്നാണ് വരുന്നത്. ഓക്കെ, അതിൻ്റെ നമ്മളിപ്പം ന്യൂയോർക്കിൽ പോയി കഴിഞ്ഞാൽ ലിറ്റിൽ ഇന്ത്യ എന്ന് പറഞ്ഞെടുത്ത് ഒരു ശരവണ ഹോട്ടൽ കണ്ടിട്ടുണ്ട്. അവിടെ എല്ലാ സാധനവും, പക്ഷെ അത് വെജിറ്റേറിയൻ ആണ്, കാരണം സൗത്ത് ഇന്ത്യൻ സാധനമാണ്. അല്ലാതെ റയറായിട്ടുള്ള ജെയിൻ ഹോട്ടൽസും അവരോട് അത് വളരെ കുറച്ചേ ഉള്ളൂ, വളരെ കുറച്ച്. ഇവരധികവും വീടുകളിൽ നിന്നാണ് ആഹാരം കഴിക്കുക. എനിക്കറിയുന്ന എത്രയോ ഗുജറാത്തികൾ ഈ വെജിറ്റേറിയൻ എന്ന് പറയുന്ന ആൾക്കാർ ഹാർഡ് കോർ നോൺ വെജിറ്റേറിയനാണ്. ഞാൻ അവിടെ എത്രയോ പേരെ കണ്ടു. അവർ ഇന്ത്യയിലാണെങ്കിൽ വെജിറ്റേറിയൻ, അവിടെ ചെയ്ത ഹാർഡ് കോർ നോൺ വെജിറ്റേറിയൻ. ഇതൊക്കെ ചുമ്മാ അത് പറഞ്ഞടിക്കുന്ന ഓരോ കള്ളത്തരവാണ്. ഞാൻ നേരത്തെ ഏറ്റവും വലിയ തമാശ എന്ന് പറയുന്നത്, ഏറ്റവും കൂടുതൽ ബീഫ് കയറ്റുമതി ചെയ്യുന്ന രാജ്യമാണ്. ഈ അടുത്തൊരു കാര്യം ചോട്ടെ, ഈ ബീഫ് എന്ന് പറയുന്നത്, ബഫല്ലോ എന്ന് പറയുന്നത് യഥാർത്ഥം എന്തുവാ? ഞാൻ പോയി കണ്ടിട്ടുണ്ട് പല പ്ലാന്റുകളിലും. ഈ ബഫല്ലോ എന്ന് പറയാൻ അതിൻ്റെ അകത്ത് ഈ പശുവും ഈ സാധനം എല്ലാം മിക്സ് ചെയ്ത് പോകും. അതിൻ്റെ കാര്യം എന്താ? നേരത്തെ ഈ യു പിയിലും മറ്റുള്ളിടത്തൊക്കെ വലിയ ഇഷ്യൂ ആയിരുന്നു. കാരണം ഈ പശുവിൻ്റെ ഈ ഗോമാതാവ് ട്രക്ക് അത് ഇത് ഒത്തിരി ഗോശാലകൾ പണിതു. ആൾക്കാർ പശുവിൻ്റെ ഈ പറയുന്ന യൂസേജ് കഴിയുമ്പോൾ, അതായത് കറവ് പറ്റിക്കഴിഞ്ഞാൽ അവർ വെറുതെ വിടത്തുള്ളൂ. കാരണം അത്രയും ഫീഡ് കൊടുക്കാൻ അവരുടെ ഈ പണമൊന്നുമില്ല. എന്തുകൊണ്ടാണ് ഈ ഹരിയാനയിലും രാജസ്ഥാനിലും എന്താ ഒരു പോത്തിൻ്റെ കുട്ടിക്ക് ഇവിടുന്ന് നാട്ടിൽ കൊണ്ടുവന്നൊരു കാര്യം എന്ത്? കാരണം അതിനെ ഇവർ കൊല്ലുക ചെയ്യുന്നത്. ഇതിൻ്റെ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് വളർന്നു കഴിയുമ്പോൾ നാട്ടിൽ അതിൻ്റെ മീറ്റിൻ്റെ ഡിമാൻഡ് കൊണ്ട് ആൾക്കാരത് മേടിച്ചുകൊണ്ട് പോകും. ഇപ്പം ഇതിനാകെ 7,000-8,000 രൂപയേ ഉള്ളൂ ഈ ചെറിയൊരു ശരിക്കും പിന്നെ പശുവിനെ പൊളിറ്റിക്സ് ഏറ്റവും കൂടുതൽ അടി കിട്ടിയത് പിന്നെ ഹിന്ദു കർഷകർക്ക് തന്നെയാണ്. കാരണം നമ്മുടെ കേരളത്തിൽ മാത്രമേ ഈ ഒരു പശുവിനെ 2 പശുവിനെ വളർത്തിയിട്ട് അതിന് 2 ലിറ്റർ പാതി അറിഞ്ഞ് മിൽമയെ കൊണ്ടുവയ്ക്കുന്ന പരിപാടിയുള്ളൂ. അവിടേക്ക് ഇവർക്ക് 100-200 ഒക്കെ പശുക്കളാണ്. അപ്പൊ ഇത് പെട്ടെന്ന് പ്രായമായില്ലെങ്കിൽ 100-200 പശുക്കൾ എങ്ങനെ തീറ്റിപ്പോറ്റും? അതാ പറഞ്ഞ് നോൺസെൻസ്. അതിൻ്റെ പേരിൽ തന്നെയാണ് സ്റ്റേറ്റ് ഗവൺമെൻറ്, സെൻട്രൽ ഗവൺമെൻറ് ഡിസിഷൻ എടുത്തു, ഇത് രാത്രിയിലോ പകലോ ഈ ഗോശാലക്കാരോട് തന്നെ പറഞ്ഞു, നിങ്ങൾ തന്നെ കൊടുത്തോളാം അറവശാലയിൽ. അവർ തന്നെ ഇപ്പോഴത്തെ കോൺട്രാക്ടേഴ്സ്. ഞാനിത് വെറുതെ അവിടെ ഈ പ്രശ്നം ഉണ്ടാക്കിയവർ തന്നെയാണ് ഈ പണം ഉണ്ടാക്കുന്നത്. ഈ ഗോശാല എന്ന് പറയുന്ന ഒരു ഭയങ്കര തട്ടിപ്പാണ്. ഭയങ്കര തട്ടിപ്പാണ്. അതിൻ്റെ ഒത്തിരി പശു, ഞാൻ പല ഗോശാലയിലും പോയിട്ടുണ്ട്. ഗവൺമെൻറ് റണ്ണിങ് ഗോശാല, NGO റണ്ണിങ് ഗോശാല. ഗവൺമെൻറ് റണ്ണിങ് എന്ന് പറയുമ്പം അതൊരു കുറച്ച് ആൾക്കാരെ ഏൽപ്പിച്ചേക്കുക. അവരെങ്ങനെയാണ് ഇത്രയും പശുവിന് ആഹാരം കൊടുക്കുന്നത്? ഇവിടുന്ന് ഈ വരുമാനം എവിടുന്നാ? സിമ്പിളായിട്ട് ആലോചിക്കുക, എങ്ങനെയാ കൊടുക്കുന്നത്? അപ്പം നാച്ചുറലി ഇതിനെ ആൾക്കാർ എടുത്തുകൊണ്ട് പോവാണ്, ഇതിനെ മീറ്റായിട്ട് കയറി പോവുക. അപ്പം ഡീപ്പായിട്ട് കടന്ന് ഇവർ ചിന്തിക്കത്തില്ല. അവർക്കറിയാം ഇത് അങ്ങനെ തന്നെ പോകാൻ വഴിയുള്ളൂ. ഇപ്പം ഞാനൊരു കാര്യം പറയാം. ഇപ്പം രാജസ്ഥാൻ ആ ഭാഗത്തൊക്കെ ഈ ആട്ടിൻ്റെ കുട്ടികളെ അവർ വളർത്തി ഈ പറയുന്ന മുസ്ലിംസിൻ്റെ നോമ്പ് സമയത്ത് ഒരു കച്ചവടം ഉള്ള സംഭവം ഇത്. അവർക്കറിയാം ഇതിനെ അവരെ വീട്ടിൽ വളർത്താൻ കൊണ്ടുപോകും, അല്ല കട്ട് ചെയ്യാനോ കൊണ്ടുപോകുന്നത്. രാജസ്ഥാൻകാർ വെജിറ്റേറിയന്. അവർ ഈ സീസൺ നോക്കിയിട്ടാണ് ഇതിനെ വളർത്തുന്നത് തന്നെ. ആ സമയം ഹരിയാനയിലും UPയിലും അതേപോലെ തന്നെ രാജസ്ഥാനിലും നോർത്ത് ഇന്ത്യൻ ബെൽറ്റിൽ ഒരു പോത്തിൻ്റെ പേരെന്താ, ഉറയോ എന്താ, ഒരു ഹരിയാന പോത്തുണ്ടല്ലോ, റോത്തക്ക് ചെയ്യുന്ന ഒരു ഭയങ്കര ഡിമാൻഡ്. അപ്പം ആൾക്കാർ ഇവിടെ വന്ന് ഈ ഇത്ര ട്രക്കിനകത്ത് കൊണ്ടുപോകും. കൊണ്ടുപോകുന്ന എരുമയല്ല, പോത്ത് കുട്ടികളെയാണ് കൊണ്ടുപോകുന്നത്. എഗ്രീഡ്. അവർക്കറിയത്തില്ല ഇതെന്തിനാ കൊണ്ടുപോകുന്നതെന്ന്. അവിടെയുള്ള സംഘപരിവാറിനും ഈ പറയുന്ന ഈ ഗോമാതാ പരിപാടി അവർക്കറിയത്തില്ല എന്തിനാ കൊണ്ടുപോകുന്നതെന്ന്. അതേപോലെ തന്നെ അടുത്തൊരു ചോദ്യം ചോദിക്കട്ടെ. ഈ പശുക്കളെ വളർത്തുന്ന പലയിടത്തും ഈ കാളക്കുട്ടികൾ അതെന്താ കാളകൾ കുറയുന്നത്? കാളകൾ കുറയാൻ കാരണം എന്ത്? അതിനെയൊക്കെ ബീഫായിട്ട് കയറി പോവുക.
അതെ, പ്രത്യേകിച്ച് ഇപ്പൊ നേരത്തെ ഒക്കെ ആണെങ്കിൽ കാളവണ്ടിയും അതുപോലെ ഈ കാളങ്ങൾ ഉപയോഗിച്ചുള്ള കൃഷി പരിപാടി ഇപ്പൊ അതൊന്നും എല്ലാ മെഷീനുകളിലോട്ട് മാറി. പിന്നെ അടുത്തത് ഉൾനാടൻ ഗ്രാമങ്ങളിൽ പോലും ഭയങ്കര റേറാണ് ഈ സാധനം കാണുന്നത്. അടുത്ത കാര്യം ചോദിക്കട്ടെ, എന്തുകൊണ്ടാണ് കറുത്ത പശുക്കളില്ലാത്ത? എന്തുകൊണ്ട് കറുത്ത കാളയില്ല? കേരളത്തിൽ മാത്രമേ ഉള്ളൂ, ഇത് നോർത്ത് ഇന്ത്യയിൽ ഇല്ലാത്ത. കാരണം അതൊരു കറുപ്പെന്ന് പറഞ്ഞാൽ ഇവിടെ അവർ അക്സെപ്റ്റ് ചെയ്യാൻ വലിയ പാടാ. അതൊക്കെ ബീഫിനായിട്ട് കയറി പോവുക. ഇത് ചുമ്മാ തട്ടിപ്പും വെട്ടിപ്പും ജിബിൻ. പണമുണ്ടാക്കുന്നൊരു കൂട്ടരുണ്ട്, അത് BJPക്കും അറിയാം, എല്ലാവർക്കും അറിയാം ഇതെങ്ങനെയാണ് ഉണ്ടാകുന്നത്. ഇപ്പൊ ഇതിനകത്ത് പിന്നെ നമ്മളിപ്പോ ഈ വീണ്ടും ഈ ബംഗ്ലാദേശ് ഇഷ്യൂലേക്ക് തന്നെ പോയിട്ട് അത് പിന്നെ പോകുമ്പോഴും ഇപ്പൊ ഇവര് വളരെ കാലമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സാധനമാണ് നമ്മളിവിടെയുള്ള ബംഗ്ലാദേശികളായിട്ടുള്ള ആളുകളെ മുഴുവൻ കൂട്ടത്തോടെ കയറ്റി വിടുന്നു എന്നുള്ള ഒരു സാധനം. അതില് ഈ ട്രംപ് വന്നതിന്റെ തൊട്ട് ശേഷം ഈ ഇന്ത്യയിലേക്ക് ഉൾപ്പെടെ അവിടെയുള്ള ഇല്ലീഗൽ ഇമിഗ്രൻസിനൊക്കെ കയറ്റി അയച്ചപ്പോ ഇവരൊക്കെ ഇവിടുന്ന് ഭയങ്കരമായിട്ട് ആവേശം കൊള്ളുമായിരുന്നു. കാരണം നമ്മൾ ഇതുപോലെ ഈ ബംഗ്ലാദേശികളെ കയറ്റി വിടുന്നൊക്കെയായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷെ ഇതിന്റെ ഒരു കണക്കെടുത്ത് നോക്കി കഴിഞ്ഞാൽ ഇപ്പം നമുക്കറിയാം മറ്റേതെങ്കിലും കുറ്റകൃത്യത്തിൽ ഉൾപ്പെട്ടിട്ട് ഇൻക്ലൂഡിങ് കൊലപാതകം ഉൾപ്പെടെയുള്ള നിരവധി കുറ്റകൃത്യങ്ങളിൽ ഉൾപ്പെട്ടിട്ടുള്ള ഇല്ലീഗൽ ഇമിഗ്രൻസ് ബംഗ്ലാദേശികളായിട്ടുള്ള ആളുകൾ ഇവരെ ഈ കുറ്റകൃത്യത്തിൽ അറസ്റ്റ് ചെയ്യുമ്പോഴാണ് പോലീസിന് മനസ്സിലാവുന്ന ഇവർ ഇന്ത്യക്കാരനല്ലാത്തത്. അവർ ശിക്ഷാ കാലാവധി കഴിഞ്ഞിട്ട് നമ്മുടെ കേരളത്തിലടക്കം പല ജയിലിലോട്ട് ഇവർ കഴിയുന്നുണ്ട്. അവരെ പോലും നമുക്ക് ഇതുവരെ ഡീപ്പോർട്ട് ചെയ്യാൻ പറ്റിയില്ല. കാരണം ഈ ജയിലിൽ നിന്ന് ഇവരെ പുറത്തിറക്കി വിടാൻ പറ്റില്ല. അപ്പൊ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇവരെങ്ങനെ ഇപ്പൊ നമുക്കറിയാം ഇടയിൽ ഇവർ കുറച്ചുപേരെ കയറ്റി വിട്ടു, പിന്നെ മഹാരാഷ്ട്രയോട് നീട്ടി വിട്ടു. പക്ഷെ അതിൽ തന്നെ ഗർഭിണിയായിട്ടുള്ള ആൾക്കാരും ഇവരൊക്കെ പിന്നെ തിരിച്ചു കൊണ്ടുവരുന്ന കോടതി പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ അവിടെ ബോർഡർ ക്യാമ്പയിൻ തിരിച്ചു കൊണ്ടുവരേണ്ടി വന്നു. അപ്പൊ ഇങ്ങനെയാണ് സിറ്റുവേഷൻ ഇരിക്കെ ഈ പറയുന്ന വാഗ്ദാനങ്ങൾ നൽകുക, അതായത് ബംഗ്ലാദേശികൾ ഓവർ നൈറ്റിൽ ഇവിടുന്ന് ഇല്ലാതെ ഓടിച്ചു കളയും എന്നൊക്കെ പറയുന്ന ഇതിന്റെ ഒരു പ്രായോഗികത മനസ്സിലാക്കാതെ കൊടുക്കുന്ന വാഗ്ദാനങ്ങൾ ഇത് ഇവർക്കത് പണിയായി തരില്ല. അതിന്റെ ഒരു സൂചനയല്ലേ ഇയാളുടെ കയ്യിൽ. ഇത് വെറുതെ പറയാനുള്ള ഒരു സെൽഫ് പ്ലഷർ എന്ന് മാത്രമേ ഉള്ളൂ. ഇത് നടക്കുന്ന കാര്യമല്ലെന്ന് അവർക്കും അറിയാം. ഇത് എവിടെ കൊണ്ടാണ് ഡീപ്പോർട്ട് ചെയ്യുന്നത്? ബോർഡറിൽ അങ്ങോട്ട് കയറ്റി വിട്ട ഈ ബോർഡർ ഓപ്പൺ ബോർഡറാ ജിബിൻ. ഇത് ഫെൻസിങ് ബോർഡർ അല്ല. ഇന്ത്യയും ബംഗ്ലാദേശുമായിട്ട് മാക്സിമം ബോർഡർ ഓപ്പൺ ബോർഡറാ. അതുപോലെ അവിടെ കൃത്യമായിട്ട് അതോറിറ്റിയും ഇല്ല. ഇപ്പൊ നമുക്കറിയാം വാഗാ ബോർഡറിലൊക്കെ ഇന്ത്യയിൽ പാകിസ്ഥാൻ അങ്ങോട്ട് ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അത് ഒഫീഷ്യലായിട്ട് കൈമാറുമല്ലോ. ഇതങ്ങനെ ഒരു സെറ്റപ്പ് അങ്ങനൊന്നുമില്ല. ഇത് ചുമ്മാ ഇതാ പറയുന്നത്, നോൺ സെൻസാണ് അടിച്ചു വിടുന്നത്. ഈ ബംഗ്ലാദേശികൾ ഏകദേശം ഗവൺമെൻറ്റിൻ്റെ കണക്കനുസരിച്ച് പറയുന്നത് ഇല്ലീഗലായിട്ടുള്ള ബംഗ്ലാദേശികൾ ഇന്ത്യയിലുള്ള 2-2.5 കോടി ആൾക്കാരാണ്. ഓക്കെ, ഇപ്പം ഞാനിരിക്കുന്ന ഡൽഹി സിറ്റിയിലാണെങ്കിൽ ഇപ്പം നീ ഇരിക്കുന്ന ബാംഗ്ലൂർ സിറ്റിയിൽ ഈ പറയുന്ന ബംഗ്ലാദേശികളുണ്ട്. 100% സത്യമാണ്. ഇവരെ എങ്ങനെ ഡീപ്പോർട്ട് ചെയ്യുന്ന ഈ പറയുന്നത്? നോട്ട് പോസിബിൾ. നടക്കുന്ന കാര്യമേ അല്ല. കാരണം ഇനിയും അവർ ഇന്ത്യയിൽ താമസിച്ച് അവർ ശക്തമാകും. കാരണം ഒരു കാര്യം മനസ്സിലാക്കണം, ഈ ബംഗ്ലാദേശികൾ നമ്മൾ ഇത്രമാത്രം വെറുപ്പിൻ്റെ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ കൂടെ ആൾക്കാരിങ്ങനെ അടിക്കുമ്പോൾ നാച്ചുറലി ഇവർ ആൻറ്റി ഇന്ത്യൻ ആകും. കാരണം അടുത്തൊരു തലമുറ അവർ ഇവിടെ താമസിച്ചു, അവരുടെ മക്കളുണ്ടായി, അവിടെ ചിലപ്പോൾ ഇന്ത്യക്കാരെ കല്യാണം കഴിക്കുന്നു, അങ്ങനെ മക്കളുണ്ടായി. അതായത് പൂർണ്ണമായിട്ട് ഇവരെ ആൻറ്റി ഇന്ത്യ ആക്കരുത്. കാരണം ഇതിനൊരു സൊല്യൂഷൻ ഉണ്ടാക്കാൻ പാടാണ്. ബംഗ്ലാദേശ് ദരിദ്ര രാജ്യമാണ്, ഇന്ത്യ വലിയ പുരോഗമിച്ച രാജ്യമെന്നല്ല ഇതിൻ്റെ അർത്ഥം. അവിടെ ഈ പറയുന്ന ഡെയിലി വേജസ് എന്ന് പറയുന്നത് ഇന്ത്യയെക്കാളും വളരെ കുറവാണ്. അവർ ഇന്ത്യയിൽ വന്നു കഴിഞ്ഞാൽ ഞാനൊരു കാര്യം ജിബിനോട് ചോദിക്കട്ടെ, ഈ ബംഗ്ലാദേശികൾ ഈ പണം ഉണ്ടാക്കുന്നു, ജോലി ചെയ്യുന്നു, ഇന്ത്യയിൽ എങ്ങനെ ഈ പണം അയക്കുന്നേ? എനിക്ക് പറഞ്ഞു എങ്ങനെ ഈ പണം അയക്കുന്നത്? ഇതിന് കൃത്യമായിട്ട് കൊൽക്കത്തയിലും സിലിഗുരിയിലൊക്കെ ഏജന്റുകളായിരിക്കും. കൃത്യമായിട്ട് ഏജന്റ് സിസ്റ്റം തന്നെയുണ്ട് കാലാകാലമായിട്ട്. കൃത്യമായിട്ട് 1000കണക്കിന് ഏജന്റുമാരുണ്ട് ഈ കള്ള ആധാർ. അതും കാലാകാലമായി നിലനിൽക്കുന്ന സിസ്റ്റം. ആ സിസ്റ്റം ഇന്നോ ഇന്നലെ തുടങ്ങിയൊന്നും അല്ല. സിലിഗുഡിയിലുണ്ട്, കൽക്കട്ടയിലുണ്ട്, ആ ബോർഡർ മുഷീദാബാദ് എല്ലായിടത്തും ഈ സാധനമുണ്ട്. അവർ ഇത്ര രൂപ കൊടുത്തു കഴിഞ്ഞ് ഇന്നടത്ത് പണം ഇന്നടത്ത് അതേപോലെ എത്തിച്ചു കൊടുക്കും. ഇവർ പണം അയക്കണ്ടായോ? അതെ, നോർമലല്ലേ? അതുപോലും തടയാൻ ഗവൺമെന്റിനെ കൊണ്ട് പറ്റത്തില്ല. ഇത് മാത്രമല്ല, ഇത് ഒന്നും തന്നെ ബാങ്കിങ്ങിലേക്ക് കൂടി അല്ല പോകുന്നത്. ഇത് മുഴുവൻ ഈ ക്യാഷ് ആണ് കൈമാറി നീങ്ങുന്നത്. അപ്പൊ അതായത് ഇപ്പൊ കേരളത്തിലെ പെരുമ്പാവൂരിൽ ഒരു ആളുണ്ട് എന്ന് വിചാരിക്കുക, അപ്പൊ അല്ലെങ്കിൽ ഡൽഹിയിൽ ഒരാളുണ്ടെന്ന് വിചാരിക്കുക, അയാൾക്ക് ഈ സാധനത്തിനെ അവിടെ കൊൽക്കത്തയിൽ എത്തിച്ച് കൈമാറുന്നത് വരെയുള്ള നെറ്റ്വർക്ക് ഉണ്ട് എന്നാണ് നിങ്ങൾക്ക് മനസ്സിലാക്കുന്നത്. ബാങ്കിൽ കയറുന്നതായിട്ടില്ല. അല്ല, ഈസി ആയിട്ട് ഇവർക്ക് കൽക്കട്ടയുടെ അവിടെ ഒരു ബാങ്കിൽ പോവും, ഈ സാധനം പോവും.
അല്ല, ഞാൻ പറഞ്ഞത് അത് കൈമാറുന്ന ഏജന്റുമായിട്ട് സിസ്റ്റമാണ് ഞാൻ പറഞ്ഞത്. അതാ ഞാൻ പറഞ്ഞ ആ ഒരു നെറ്റ്വർക്ക് ഒന്നും പൊളിക്കാൻ പറ്റത്തില്ല. ഇന്ത്യയിൽ കള്ളപ്പണം ഇപ്പം തീർക്കുമെന്നും പറഞ്ഞുകൊണ്ട് ഡീമോണിറ്റൈസേഷൻ കൊണ്ട് എങ്ങനെ പൊളിഞ്ഞു പോയത് നടക്കുന്ന കാര്യമാണോ? ഇന്ത്യ ഇത്രയും വലിയ ഹ്യൂജ് ജനസംഖ്യയുള്ള രാജ്യമാണ്. ഒരു സുപ്രഭാതത്തിൽ ഇന്ത്യയിലെ 16% വരുന്നത് 18% വരുന്നത് മുസ്ലിങ്ങളെ മുഴുവൻ അങ്ങ് തുരത്തി ഓടിക്കും. നടക്കുന്ന കാര്യമാണോ? ഇതൊന്നും നടക്കുന്ന കാര്യം. ഇത് ഇലക്ഷന് വോട്ട് പിടിക്കാൻ പറ്റിയ സംഭവങ്ങളാണ്. ചില അറ്റാക്കുകൾ ഉണ്ടാകാം, അവരെ പേടിപ്പിച്ച് നിർത്താം. പക്ഷെ ഒരു പരിധി കഴിഞ്ഞ് അവന്മാർ തിരിച്ചു അടിക്കും. ഒരു പരിധി വരെ നോക്കിക്കോണം. എല്ലാത്തിനും പരിധികളുണ്ട്. ഒരു പരിധി കഴിഞ്ഞാൽ പിന്നെ അവനൊന്ന് സ്ട്രീറ്റിൽ ഇറങ്ങും. അപ്പം അതിലോട്ടാണിത് പോകുന്നത്. ഈ ആസാമിലത്തെ പ്രശ്നമുണ്ടാകും. ആസാമിലൊരു 10-30-35% മുസ്ലിങ്ങളുണ്ട്. അവരും അത്ര മോശമൊന്നുമല്ല. അവർക്ക് സപ്പോർട്ടീവായിട്ട് ബംഗ്ലാദേശിൽ നിന്ന് നിൽക്കുക. ഈ പറയുന്ന അവിടെ അതേപോലെയുള്ള ഫോറംസ്, ജമാഅത്ത് ഇസ്ലാമി, പല സംഘടനകൾ അവരെ സപ്പോർട്ട് ചെയ്യാൻ തയ്യാറാണ്. അതിലോട്ട് പോകരുത്. ഇതാണ് എൻ്റെ ഒരു സജഷൻ എന്ന് പറയുന്നത്. അപ്പം എല്ലാവരെയും കൂടെ ഉൾക്കൊള്ളിച്ച് നിർത്തുക. ആരാണ് ഇന്ത്യക്കെതിരെ ആൻറ്റി ഇന്ത്യൻ രീതിയിൽ വരുന്നത് അവരെ മാറ്റി നിർത്തുക. മനസ്സിലായില്ല? അല്ലാതെ എല്ലാ മുസ്ലിങ്ങളും എങ്ങനെയാണ് ഇന്ത്യക്കെതിരെ ആൻറ്റി ഇന്ത്യൻ ആകുന്നത്? എല്ലാ മുസ്ലിങ്ങളും ടെററിസ്റ്റാന്ന് പറയാൻ പറ്റുമോ? എത്രയോ പേരെന്നല്ല. അപ്പം അതിന് ഇത്ര ശതമാനം കാണും, ഇത്ര പേര് കാണും, സപ്പോർട്ടീവായിട്ട് കാണും. അവരെ ഈ പാകിസ്ഥാൻ എസ്പനേജുമായി ബന്ധപ്പെട്ടിട്ട് നമ്മുടെ DRDOയിലൊക്കെ ഉള്ള ഈ ബ്രാഹ്മിൻ കമ്മ്യൂണിറ്റിപ്പെട്ട ആൾക്കാർ തന്നെ അറസ്റ്റിലായിട്ടില്ല. ഇതിനർത്ഥം ആ കമ്മ്യൂണിറ്റി മൊത്തം ചാരന്മാരാണെന്നല്ലോ. അതാണ് ഞാൻ പറയുന്നത്. തെറ്റായ നിർവചനമാണ് ഇത് മുഴുവനും. പിന്നെ BJPയുടെയും സംഘപരിവാറിൻ്റെയും നരേറ്റീവ്സ് ഉണ്ട്. അവർ ഈ ഹിന്ദുക്കളെ പോളറൈസ് ചെയ്യാനും ഒറ്റ ബ്ലോക്കാക്കി നിർത്താനും ഒരു ഹിന്ദുറ്റാട് അത് ഒരു പരിധിവരെയൊക്കെ നടക്കും. മറ്റൊരു പരിധിയിലോട്ട് പോയി കഴിഞ്ഞാൽ അവരും വെറുതെ ഒന്നും ഇരിക്കത്തില്ല. എല്ലായിടത്തും പരിധികളുണ്ട്. എല്ലായിടത്തും. അത് അമേരിക്കൻ പ്രസിഡന്റിനും പരിധികളുണ്ട്. ഇന്ത്യൻ പ്രധാനമന്ത്രിക്കും പരിമിതികളുണ്ട്. അല്ലെങ്കിൽ ഒരു ഗ്ലോബൽ ഇഷ്യൂ ആയിട്ടങ്ങ് മാറും. പിന്നെ ഇത് ആർക്കും തടുക്കാൻ സാധ്യത. അത് ഇൻറ്റേർണലി ഉണ്ടാകും, എക്സ്റ്റേർണലി ഉണ്ടാകും. അത് രണ്ട് രീതിയിലുണ്ടാകും. ഇൻറ്റേർണലി ഡൊമസ്റ്റിക്കും ഉണ്ടാകും, ഔട്ട്സൈഡും ഉണ്ടാകും. അത് ഇന്ത്യ ഡീപ്പായിട്ട് കയറി ബാധിക്കും. അപ്പോൾ അതിലോട്ടല്ല പോകേണ്ടത്. ഒരു ചെറിയ പരിമിതി വെച്ച് നിങ്ങൾ വോട്ടിൻ്റെ പൊളിറ്റിക്സ്, മറ്റുള്ള പൊളിറ്റിക്സ് ഒക്കെ നോക്കണം. പക്ഷേ ഹിമന്ത് ബിശ്വ ശർമ്മ ഈ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് പൂർണ്ണമായിട്ട് ആൻറ്റി ഇന്ത്യനാണ്. അത് കേസ് പ്രോപ്പറായിട്ട് വേണം അയാളെ റിസൈൻ ചെയ്യാൻ, അറസ്റ്റ് ചെയ്യേണ്ടി വരും. അത്രമാത്രം ഹെയ്റ്റാണ് അത്. അയാളെങ്ങനെ ഇത് പറയാൻ സാധിക്കുന്നത്? ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ പോസ്റ്റ് ചീഫ് മിനിസ്റ്ററായിട്ടിരിക്കുന്ന ഒരാൾ ഇങ്ങനെയുള്ള സ്റ്റേറ്റ്മെൻറ്റ് നിരന്തരം കൊടുക്കുക. അതും ബംഗ്ലാദേശ് എന്ന് പറഞ്ഞൊരു രാജ്യം ഇപ്പം സെൻസിറ്റീവായി ഇന്ത്യക്ക് വേണ്ടി അതിൻ്റെ ബോർഡറിൽ ഇരുന്ന് കൊടുത്തു കഴിഞ്ഞാൽ അവിടെയുള്ള ഹിന്ദുക്കളുടെ ലൈഫ് എന്തുവാ? ഇതൊന്നും നോക്കുന്നില്ല. ഗ്ലോബലായിട്ട് ഇന്ത്യ എത്രമാത്രം ഒറ്റപ്പെട്ടു പോകും ഈ രീതി ചെയ്തു കഴിഞ്ഞാൽ. കാരണം ഹിമന്ത് ബിശ്വ ശർമ്മയുടെ ഏറ്റവും വലിയ പ്രശ്നം അയാൾക്ക് BJPക്കകത്തുള്ള ഇൻറ്റേർണൽ ഇഷ്യൂ ആണ്. അയാളെ മാറ്റണമെന്ന് പറഞ്ഞ് വലിയ സംഭവം നടക്കുന്നില്ല. ഏതായാലും ഇത് തെറ്റ് തന്നെയാണ്. പല BJP നേതാക്കളും അയാളെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. കാരണം അവരിതിനോട് യോജിക്കുന്നില്ല ഈ രീതിയിൽ പോകുവാൻ. കാരണം അത് ഇന്ത്യ തന്നെ പ്രശ്നമുണ്ടാക്കുന്ന രീതിയിലാണ് ഈ സ്റ്റേറ്റ്മെൻറ്റ്. അതേപോലെ തന്നെ ഇതിനൊക്കെ പരിമിതിയുണ്ട്. ചില പരിമിതി കഴിഞ്ഞാൽ ഒന്നും കയ്യിൽ നിൽക്കാൻ പറ്റത്തില്ല. ആ രീതിയിലോട്ടാണ് കാര്യങ്ങൾ പോകുന്നത്.